നമുക്ക് ഓമപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്രയും. അതായത് അതിനാവശ്യമായിട്ട് 2 കപ്പ് കടലമാവ്. നിങ്ങൾക്ക് കടലമാവിൻ്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. 2 കപ്പ് കടലമാവിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓമപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു പാൻ എടുത്തിട്ട് 2 ഗ്ലാസ് കടലമാവ് അതിലോട്ട് മിക്സ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് അരിപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത്രയും നമ്മൾ മിക്സ് ചെയ്തു. ഞാനിത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറു ചൂടായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ആഡ് ചെയ്യുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് ലൂസായി പോവും. കാരണം നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കാനുള്ളതാണ്. നമ്മൾ ഈ മുറുക്കിനൊക്കെ കുഴയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നന്നായിട്ട് കട്ടിയോ നന്നായിട്ട് ലൂസോ ആയി പോകാൻ പാടില്ല. മുറുക്കിനൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവറും കൂടെ വരുന്ന നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു കളറൊക്കെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി എരിവും കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഈ ടൈമിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ഡോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു സേവനാഴിയിലോട്ട് എടുത്ത് വെക്കുവാണ്. അതായത് ഞാൻ വളരെ കുറച്ച് എമൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ ടൈമിൽ എനിക്ക് അതിൽ ആക്കിയാൽ മതി. അതിനുശേഷം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ മറ്റേത് വറുത്തെടുക്കുന്ന സമയത്ത് ആ ഓമപ്പൊടിയിൽ ആ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയാണ് കറിവേപ്പില ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഓമപ്പൊടി നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്യാനിടുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കറിവേപ്പില കോരി മാറ്റിയതിന് ശേഷം ഓമപ്പൊടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഓമപ്പൊടി തിളയ്ക്കുന്ന എണ്ണയിലോട്ട് നമുക്കിത് ഷേപ്പിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ച്, അതായത് തണുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഇത് ഏത് ഷേപ്പിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അധികം നേരം ഇതാവേണ്ട കാര്യമില്ല. ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അതുകൊണ്ട് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കത് സോഫ്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ നമ്മളത് കോരി മാറ്റി വെക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോസ് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പാടില്ല, അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. കാരണം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം.